ഉയിരായി മാറവേ നിഴൽ ആ ഡിവൈഎഫ്ഐ എടുത്ത ക്യാമ്പിന് ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ ജനങ്ങളാകമാനം അത് ഏറ്റെടുക്കുകയുണ്ടായി. അതിൻ്റെ പണം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്ക് ഇന്ന് കൈമാറുകയാണ്. ആ കൈമാറുന്നതിനൊപ്പം ജില്ലാ സെക്രട്ടറി ക്ഷണിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്തിനെ ക്ഷണിക്കും. ഇവിടെ കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലമായിട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഈ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദുരന്തം ഉണ്ടായപ്പോൾ തൊട്ട് ദുരന്തമുഖത്ത് ഊർജ്ജസ്വലമായി സൈന്യത്തിനോടും പോലീസിനോടും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് അവിടെ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പമാണ് അവരെ സഹായിക്കുന്നതിന്, അവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്. പഴയ വസ്തുക്കൾ ശേഖരിച്ച് വിറ്റും അതുപോലെ തന്നെ വിവിധതരം ചർച്ചകൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തണമെന്ന് ഡിവൈഎഫ്ഐ തീരുമാനമെടുത്തിരുന്നത്. ആ തീരുമാനത്തിൻ്റെ പുറത്ത് കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക്